നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പുകളിൽ PR വർക്കുകൾക്കും സ്വാധീനമുണ്ട്. 2004 പൊതുതിരഞ്ഞെടുപ്പിൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ സമർത്ഥരായ ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പോലും അങ്ങനെ തെറ്റായ ചില നിഗമനങ്ങളിലെത്തുകയും ചെയ്തു. അങ്ങനെ ഒരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടതിന് പിന്നിൽ BJP നടത്തിയ ശക്തമായ ഒരു പബ്ലിക് റിലേഷൻസ് പദ്ധതിയായിരുന്നു. അതായത് യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് എല്ലാം നന്നായിട്ടുണ്ടെന്ന ഒരു വ്യാജ അവസ്ഥ സൃഷ്ടിക്കുക. ഇന്ത്യ ഷൈനിങ് എന്ന് പേരിട്ട ഈ PR പദ്ധതി പിന്നീട് പബ്ലിക് റിലേഷൻസിലെ പാഠപുസ്തകങ്ങളിൽ പോലും പരാമർശിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എന്തായി എന്ന് നമുക്കറിയാമല്ലോ. പിന്നീട് ഒരു പതിറ്റാണ്ടോളം BJPക്ക് ഇന്ത്യ ഭരിക്കാൻ യോഗമുണ്ടായില്ല എന്ന് തന്നെ പറയാം. പിന്നെ പ്രശാന്ത് കിഷോറിനെ രംഗത്തിറക്കി മോദിയെ റെയിൽവേ സ്റ്റോളിൽ ചായ വിൽപ്പനക്കാരനായി ചിത്രീകരിച്ചായിരുന്നു PR വർക്കുകൾ BJP നടത്തിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. എന്തൊക്കെ ചെയ്താലും ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ മനസ്സിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അവർ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട ചിത്രം. അതിനെ സ്വപക്ഷത്താക്കാൻ PR വർക്ക് എന്ന സ്വർണ്ണപാത്രം കൊണ്ട് ഭക്ഷണം വിളമ്പിയാൽ ഉറപ്പ് വിജയം BJPക്കും മോദിക്കും തന്നെയായിരിക്കും. ഇന്ത്യ ഷൈനിങ് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് നടന്ന PR വർക്കുകൾ BJPയെയും മോദിയെയും താങ്ങി നിർത്തി എന്ന് തന്നെ പറയാം.